ഹൽ ഹികായത്തു സാമിനത്തു വൽ ഇശ്റൂന 28ാമത്തെ ഹികായത്ത് ഉദ്ധരണി. ആരെ തൊട്ടാണ്? ഹുക്കിയാൻ റബിയ എന്നവരെ തൊട്ടാണ് ഈ 28ാമത്തെ ഉദ്ധരണിയുള്ളത്. ഹാല റബി തങ്ങൾ പറയുന്നു, ബിത്തു അന വബിനുൽ മുങ്കദിർ വസാബിത്തുൽ ബന്നാൻ, ഞങ്ങൾ 3 പേരും രാപ്പാർത്തു. ആരുടെ അടുത്ത്? ഇന്ദ റൈഹാനത്തൽ മജ്നൂനത്തി റളിയല്ലാഹു അൻഹാ, ഭ്രാന്തി എന്ന പേരിൽ അറിയപ്പെടുന്ന, യഥാർത്ഥത്തിൽ ഭ്രാന്തിയല്ല എന്ന ഭ്രാന്തി എന്ന പേരിൽ അറിയപ്പെടുന്ന റൈഹാന എന്ന് പറയുന്ന മറ്റൊരു മഹദി, ആ മഹദിയുടെ അടുത്താണ് ഞങ്ങൾ 3 പേരും രാപ്പാർത്തത്. അങ്ങനെ കാല റബി എന്നവര് പറയുന്നു, ഇപ്പൊ കാമത്ത് മഹദി എണീറ്റു. അവരല്ലേലി, രാത്രിയുടെ ആദ്യ രാത്രി തന്നെ. അപ്പൊ ആ രാത്രിയുടെ 3 ഭാഗത്താക്കിയ ആദ്യ ഭാഗത്തിൽ തന്നെ മഹദി അവറുകൾ എന്തായി എണീറ്റു നിസ്കരിക്കാൻ. എന്നിട്ട് മഹദി പറയുന്നു, തഖൂലു, എത്തരത്തിലായി എണീക്കുന്ന സമയത്ത് മഹദി പറയുന്നുണ്ട് പാടിക്കൊണ്ട്, എന്ത്? ഖാമൽ മുഹിബ്ബു ഇലൽ മുഅമ്മലി ഖൗമതൻ ഖാദൽ ഫുആദു മിന സുറൂരി യതീറു. ഖാമൽ മുഹിബ്ബു, അല്ലാഹുവിനെ ഇഷ്ടം എവിടേക്ക്? ഇലൽ മുഅമ്മലി, കൊതിക്കപ്പെടുന്നവൻ ആരാ? അല്ലല്ലേ കൊതിക്കപ്പെടുന്നവൻ. ആ കൊതിക്കപ്പെടുന്ന ആളിലേക്ക് ഇഷ്ടം വെച്ച ആള് എണ്ണീറ്റുന്നു. കൗവമത്തന്നെ കാരണം എന്നെ മനസ്സിലാക്കണം. കൗവമത്ത് എന്ന് പറഞ്ഞാൽ രാത്രി എണീറ്റ് നിസ്കരിക്കാൻ വേണ്ടി ആ അള്ളാഹുവിലേക്ക് ഇഷ്ടം വെച്ച ആള് എണീറ്റു. കാതൽ ഫുആദു മിനസ്സുറൂരി യതീറു, സന്തോഷത്തിന്റെ ആ തിരമാലകളാൽ എന്തായെന്നറിയാമോ, ഹൃദയങ്ങളെ പാറിപ്പറന്നു പോകാനെടുക്കുകയായി. അത്രത്തോളം സന്തോഷിച്ചുകൊണ്ട് ആരാധിക്കുന്ന ആളുകളെ എണീറ്റു എന്നർത്ഥം. അങ്ങനെ വലമ്മാക്കാന ജൗഫുല്ലയിൽ, രാത്രി അർദ്ധരാത്രിയായപ്പോൾ സമിഅന ഹാത്തിഫൻ യഖൂലു, ആളെ കാണുന്നില്ല, ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു ഞങ്ങൾ. എന്താണ് ശബ്ദം? ലാ തഅനസന്ന ബിമൻ തുഹിഷുക നളറതുഹു വതംന അന്ന മിന തുദ്കാരി ഫിഉലമി. ലാ തഅനസന്ന, നിശ്ചയമായിട്ടും നീ എന്താകുന്നില്ല, ഈനാസിലാകുന്നില്ല, നേരം പോക്കാകുന്നില്ല, വിമൻ ഒരുത്തനെ കൊണ്ട്, അങ്ങനത്തെ ഒരുത്തൻ തുഹിഷുക്കാൻ നളറതുഹു, ആ ഒരുത്തന്റെ നോട്ടം നിന്നെ ഒറ്റപ്പെടുത്തും, വേറെ ആരും ഇവിടെ ഉണ്ടാവൂല. അങ്ങനെ നീ ഒറ്റക്കാകുന്ന വിധത്തിലുള്ളതായ നോട്ടമുണ്ടൊരുത്തൻ, അങ്ങനത്തെ ഒരുത്തനെ കൊണ്ട് നീ നേരം പോക്കാകുന്നില്ല. അപ്പൊ പിന്നെന്താ? തംന അന്നമിന തിദ്കാരി ഫിഉലമി, ഇരുൾമുറ്റിയതായ രാത്രിയിൽ ആ ഒരാളെ ഓർക്കുക എന്നതിനെ തൊട്ട് നിശ്ചയമായിട്ടും നീ തടയുന്നു. എനിക്കൊന്നും കഴിയൂല. അല്ലെങ്കിൽ ഇരുമുറ്റിയതായിരിക്കുന്ന രാത്രിയിൽ ആ പടച്ച റബ്ബിനെ ഓർക്കലിനെ തൊട്ട് നിനക്ക് തടയപ്പെടും. എപ്പോ? ആ റബ്ബിലേക്ക് നോട്ടം, ആ റബ്ബ് നിന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോ നിന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കും. ആ നിലക്കുള്ളതായിരിക്കുന്ന റബ്ബിനെ കുറിച്ച് നിനക്ക് നേരം പോക്കാകുന്നില്ലെങ്കിൽ നിനക്ക് ഓർക്കാൻ കഴിയൂല. അതുകൊണ്ട് പറയട്ടെ, നീ നല്ലോണം അധ്വാനിക്കണോ, വകുദ്ദ, വിഷമത്തോടുകൂടി പരിശ്രമിക്ക്, വകുംബില്ലയില്, രാത്രി നീ അയക്കോ, ഷജനുടേതായിരിക്കുന്ന ആളായി മാറിക്കോ. എന്നാൽ യുസ്ഖീകാവൻ നിനക്ക് കുടിപ്പിക്കും. എന്തിനെ കുടിപ്പിക്കും? കൈസവിദാദിൽ ഇസ്സി വൽ കറമി, മാന്യതയുടെയും യോഗ്യതയുടെയും സ്നേഹത്തിന്റെ കൂജ നിനക്ക് നല്ലോണം കുടിപ്പിക്കും. അപ്പൊ നീ മാന്യനായി മാറും, യോഗ്യനായി മാറും, നീ അള്ളാഹുവിലേക്ക് അടുത്തവനായി മാറും. ഇതാണ് അർദ്ധരാത്രിയിൽ. അങ്ങനെ വലമ്മാ ദഹബല്ലയിലു, രാത്രി അങ്ങനെ പോയപ്പോൾ
നാദത്ത്. അങ്ങനെ രാത്രി കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോ നാദത്ത് ആ മഹദി വിളിച്ച് പറയുന്നു, വാഹുസിന വാസലബ, എന്റെ ഖേദമേ, എന്റെ നഷ്ടമേ എന്നിങ്ങനെ വിളിച്ച് സങ്കടത്തോട് പറയുന്നുണ്ട്. വഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, റബി പറയാണ്, മിമ്മദാ കാലത്ത്, എന്തൊന്നിനാലാണ് ഈ നഷ്ടം, എന്തിനാ ദുഃഖം എന്ന് ചോദിച്ചു. അപ്പൊ കാലത്ത് അങ്ങനെ വന്നപ്പോ മഹദി പറഞ്ഞു കൊടുത്തത് നമ്മൾ ചിന്തിക്കണം. എന്ത്? എന്ന് പറഞ്ഞ ഇരുട്ട് പോയി, നേരം വെളുത്തു. ബി ഉൻസിഹി, പടച്ചറബിന് നേരെ ഓർത്തുകൊണ്ട് നേരം പോക്കാവൽ കൊണ്ടുള്ള ഇരുട്ട് പോയി. ഒബിൽഫിഹി, അള്ളാഹു തആലാനെ ഓർത്ത് സ്നേഹിച്ചു, ആ ഇണക്കം കൊണ്ടും ഇരുട്ടത്തായ രസം അത് പോയി. അങ്ങനെ റബ്ബിനെ ഓർത്തുകൊണ്ടുള്ളതായിരിക്കുന്ന രാത്രി അത് പുതുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നേനെ, പകല് വേണ്ട. ഇതായിരുന്നു ആ മഹദിയുടെ ചിന്ത. ഇതാണ് ആ മഹദിയെ ഭ്രാന്തിയാക്കിയത്. ആർക്കും ഓർക്കാൻ കഴിയൂലല്ലോ. അത്രയും വലിയ തത്വമാണ് മഹദി പറഞ്ഞത്. അങ്ങനെയാണ് മഹദിയുടെ അടുത്ത് ഈ മഹാന്മാരൊക്കെ രാപ്പാർത്തവ കിട്ടിയ കഥ. അപ്പൊ ഇത് ഈ മഹദിയുടെ ചിന്തകൾ മുഴുവനും അള്ളാഹുവിലായിരുന്നു കിട്ടിയാലോ. ഇനി അല്ലിക്കായതുത്താസൂന 29ാമത്തെ ഉദ്ധരണി എന്താ? തങ്ങളെ തൊട്ടാണ്. കാല ഉത്തുബ പറയുന്നു, ഖറജ്തു മിനൽ ബസറത്തി, ഞാൻ ബസറയിൽ നിന്ന് പുറത്തുപോയി. അങ്ങനെ നോക്കുമ്പോൾ അതാ കുറെ ഗ്രാമീണവാസി ടെന്റുകൾ കാണുന്നു, കൂടാരങ്ങൾ. ആ കൂടാരത്തിന്റെ അടുത്തെത്തി ഞാൻ. കദ്സറോ, എന്തായിരുന്നു അറാബിലെ പണി, കൃഷി ചെയ്യുന്നു അവര്. പലജാതി കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ ഇരിക്കുമ്പോ വേറൊരു അടിക്കപ്പെട്ട ഒരു കൂടാരം ഞാൻ കണ്ടു. ബിൽ ഹൈമത്തി ജാരിയത്തും മജ്നൂനത്തുൻ, ആ കൂടാരത്തിന്റെ ഉള്ളിൽ ആരുണ്ട്? ഒരു പെൺകുട്ടിയുണ്ട്. ഭ്രാന്തിയാണ് പെൺകുട്ടി. ഇവരൊക്കെ ബുദ്ധിയുള്ള ഭ്രാന്തന്മാരാ. അലൈഹ ജുബ്ബത്തു സൂഫിൻ മക്തൂബുൻ അലൈഹ ലാ തുബാഉ വലാ തുശ്തറാ, വാങ്ങാനും പറ്റൂല വിൽക്കാനും പറ്റൂല, അങ്ങനെ എഴുതി വെക്കപ്പെട്ടതായിരിക്കുന്ന ഒരു റോമക്കുപ്പായം അണഞ്ഞതായിരിക്കുന്ന ധരിച്ചതായിരിക്കുന്ന ഭ്രാന്തിയ ഒരു പെൺകുട്ടി ആ ടെന്റിന്റെ ഉള്ളിലുണ്ട്. അത് കണ്ടപ്പോൾ ഋതുബ പറയുകയാണ്, മിൻഹ, ഞാൻ ആ പെൺകുട്ടിയോട് അടുത്ത് ചെന്നു. എന്നിട്ട് വസല്ലം തു, ഞാൻ സലാം പറഞ്ഞു. വലം തൊറുദ്ദ അലയ്യ സലാമ, സലാം മുപ്പത്തേര് മടക്കിയില്ല. മടക്കാതിരിക്കുമ്പോ സുമ്മ സമയത്തുക, പിന്നീട് ആ മഗതിയൻ കേട്ടത് ഇതൂലു, മഗതി പറയുന്നത് എന്താ? അബിലൂന വൽ ആബിദൂന ഇതിലി മൗലാഹും ആജഉൽ ബുതൂന, അബിലഗ സാഹിദൂന വൽ ആബിദൂന ഇതിലി മൗലാഹും ആജഉൽ ബുതൂന. അബുലഹൽ സാഹിദൂന, പ്രപഞ്ചത്യാഗികളായ ആൾക്കാരൊക്കെ വിജയിച്ചു. ഒരു പ്രപഞ്ചമാകെ വെടിഞ്ഞു, ചിന്തയില്ല ആഖിറമല്ലാതെ. വലാബിദൂന, നിഷ്കളങ്കരായ ഇബാദത്തെടുത്ത ആൾക്കാരൊക്കെ വിജയിച്ചു. കാരണം എന്താ? ഇതിലി മൗലാഹും ആജഉൽ ബുതൂന, അവരെ സൃഷ്ടിച്ച് പരിപാലിച്ച യജമാനായ അള്ളാഹ്, ആ അള്ളാഹ്ക്ക് വേണ്ടി അവിടെ വയറുകളൊക്കെ അവർ ഒട്ടിപ്പിച്ചു. വയറ് നിറച്ചില്ല, വിഷമിപ്പിച്ചു. നല്ലോണം വയറങ്ങ് വിഷമിപ്പിക്കുന്ന വിശന്ന് നല്ലോണം അങ്ങോട്ട് വിശപ്പിച്ചു. എന്നിട്ടോ അത് മാത്രമല്ല, അസ്ഗറുൽ അയോനൽ ഖരീഹത ഫീഹി ഫമലൈലുഹും വഹും സാഹിറൂന. അസ്ഗറുൽ അയോനൽ ഖരീഹ, അതിശക്തമായിരിക്കുന്ന ബുദ്ധിയുള്ളതായിരിക്കുന്ന ബുദ്ധിയുടെ കണ്ണുകൾ അവർ ഉറക്കയിച്ചു. ഫീഹി, അള്ളാഹുവിന്റെ കാര്യത്തിലായിക്കൊണ്ട് ചിന്തകയാ നല്ല ശക്തന്മാരായ ബുദ്ധിശക്തന്മാരായ കണ്ണ്, ആ കണ്ണവർ അങ്ങനെ ഉറക്കവച്ചു. ഭാഗ്യമായതെല്ലാം ആന്തരികം. ലൈലുഹും സാഹിറൂന, രാത്രി അങ്ങനെ കഴിഞ്ഞുപോയി, അവർ ഉറങ്ങിയിട്ടില്ല. ആ വിധത്തിൽ അള്ളാഹു അവരെ സ്നേഹിച്ചു പോയി. ഇതൊക്കെ മഹദി പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ അടുത്തവര്?
ഹൈറത്തുഹും മഹബ്ബത്തുല്ലാഹി ഹത്താ ഹസിബൻ നാസു അന്നാ ഫീഹിം ജുനൂനാ. ശ്വാസം കിട്ടാതെ പോവാട്ടോ, പാട്ടങ്ങനെ തന്നെ വേണ്ടത്. ഹൈറത്തുഹും മഹബ്ബത്തുല്ലാഹി ഹത്താ ഹസിബൻ നാസു അന്നാ ഫീഹിം ജുനൂനാ. ഹൈറത്തുഹും അവർക്കുള്ള പരിഭ്രമം, അവരിങ്ങോട്ട് ബുദ്ധി ചിന്തിച്ചിട്ട് ആകെപ്പാടെ ഹാല് മാറി. അതൊക്കെ എന്താ? മഹബ്ബത്തുല്ലാഹി അള്ളാഹുള്ള പ്രേമമാണ്, അല്ലെങ്കിൽ മഹബ്ബത്തല്ലാഹി അങ്ങനെയും വെക്കാം. അവർക്ക് ഈ പരിഭ്രമം ഉണ്ടായത് പടച്ച റബ്ബിനോടുള്ള സ്നേഹം ഉള്ളത് കൊണ്ട്, ആ സ്നേഹം ഉള്ളതിന് വേണ്ടിയാണ്. എത്രത്തോളം വെച്ചാശിബന്നാസു അന്നബിയും ജുനൂന, ഇവരുടെ ബുദ്ധിഭ്രമം, ബുദ്ധിക്ക് തകരാറ് പറ്റിയെന്ന് ചിന്തിച്ചല്ല ഇവർക്ക് ബുദ്ധിക്ക് തകരാറൊന്നുമില്ല, അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടും ആ സ്നേഹത്തിൽ പോയതാണ്. ഇത് കാണികളായ ജനങ്ങൾ, തിരിയാത്ത ജനങ്ങൾ മനസ്സിലാക്കി അവരിൽ ഭ്രാന്തുണ്ട് എന്ന്, അത്രത്തോളം അവർ പരിഭ്രമിച്ചു പോയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ ഭ്രാന്തന്മാരാണ് അവർ അല്ല. ആ പെണ്ണ് പറയുന്നു, മഹദി ഹുമുൻലാല് ബാദുവു ഉഖൂലിൻ വലാകിൻ ഖദ് ശജഅഹും ജമീഉ മാ യഅരിഫൂന. ഹും ഈ പറഞ്ഞ കൂട്ടര് അൽബാ ദവു ഉഖൂലിൻ ബുദ്ധിയുടേതായിരിക്കുന്ന ചിന്തകന്മാരാണ് പറയും. പക്ഷേ വലാകിൻ ഖദ് ശജഅഹും അവരെ സന്തോഷിപ്പിച്ചിരിക്കുന്നു ജമീഉ മാ യഅരിഫൂന അവർ എന്തൊക്കെ അറിയുന്നുണ്ടോ ആ അറിയുന്ന സർവകാര്യങ്ങളും അത് അവരെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. ആ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിലാണ് അവർ ഉള്ളത്. അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയ സന്തോഷം അത് കാണുമ്പോൾ ചിരിക്കുന്നുണ്ട് ഇവര്, കരയുന്നുണ്ട് ഇവര്, യാതൊരു ശ്രദ്ധ ഇവർക്കില്ല. അത് കാണുമ്പോൾ ഭ്രാന്തുണ്ടെന്ന് ജനങ്ങൾ തോന്നിപ്പോവുകയാണ്. അങ്ങനെ മഹദി പാടിയപ്പോൾ കാല ഉത്തുബ പറയുന്നു, ഫദനൗതു ഇലൈക, അങ്ങനെ ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു, അടുത്തു. ഫഖുൽതു, എന്നിട്ട് ഞാൻ ചോദിച്ചു, ലിമനിസ്സറു, കുട്ടി ആർക്കാണ് ഈ കൃഷിക്കുള്ളതെന്ന് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ ആ മഹദി പറയാണ്, ലന, ഇത് ഞങ്ങൾക്കുള്ളതാണ്, ഇൻ സലിമ, അത് രക്ഷപ്പെട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് ഉപകരിക്കാനുള്ളതാണ് കൃഷി എന്ന് പറഞ്ഞു വെച്ചു. എന്നിരിക്കെ പിന്നെ സംസാരിക്കാനൊന്നും പോയില്ല. അപ്പൊ തറക്തുക, അങ്ങനെ ആ കുട്ടിയെ ഉപേക്ഷിച്ച് ഞാൻ പോയി. അങ്ങനെ വാത്തേത്തു ബാദൽ അഖിബിയ, അങ്ങനെ അവിടെ ഉള്ളതായിരിക്കുന്ന ചില കൂടാരങ്ങളുണ്ട്, ആ ടെന്റിനടുത്തേക്ക് ഞാൻ ചെന്നു. ചെല്ലേണ്ട സമയം എന്തുണ്ടായെന്ന് അറിയാമോ? അപ്പൊ അറഹത്തി സമാ മതറൻ, അതിശക്തമായിരിക്കുന്ന കോരിച്ചൊരിയുന്ന മഴ, നല്ല വെള്ളം. ഏതുപോലെയൊക്കെ അവവായിൽ കിറവ്, വലിയ തോൽപാത്രം ഉണ്ടാകുമ്പോൾ ആ തോൽപാത്രത്തിന്റെ വായ വലുതായിരിക്കൂലേ എന്നതുപോലെ സമാനമായി നിറഞ്ഞു നിൽക്കുന്ന വലിയ വലിയ വള്ളത്തുള്ളികൾ കോരിച്ചൊരിയുന്നു. അപ്പൊ കൊൽത്തു, അപ്പൊ ഞാൻ പറഞ്ഞു, വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലാത്തി അന്നഹ, ഞാൻ ഓളടുത്തേക്ക് തന്നെ പോവുകയാണ്. കാരണം മഹദിനോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയവർ രസിച്ചില്ല, അവർ ഒഴിവാക്കി പോന്നതാ. പിന്നെ ആ മഹദിയുടെ സ്ഥാനം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഞാൻ ചെല്ലുന്നു. ഇങ്ങനെ ഈ മഴയിൽ എന്താണ് മൂപ്പത്തേരിക്കുള്ള ചരിത്രം, മൂപ്പത്തിയുടെ കഥ എന്ത് ഞാൻ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എന്തിനു പറയുന്നു, എന്തിനേറെ പറയുന്നു, മഴ പെയ്ത് കൃഷിയാകെ മുങ്ങി, വെള്ളത്തിൽ മുങ്ങിപ്പോയി. കായ്മത്തുന്ന, ആ സമയത്ത് മഹദി അവിടെ എണ്ണീറ്റ് നിൽക്കുന്നു. എന്നിട്ട് വയ്യ മഹദി തൊക്കൂല് പറയുന്നുണ്ട്. എന്താ പറയുന്നറിയാമോ? സന്തോഷത്തോടുകൂടെ ദുഃഖമില്ലാതെ പറയുന്നു, വല്ലതി, ഒരു അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഔദ കൽബി, എന്റെ കൽബിൽ അള്ളാഹു തആല സൂക്ഷിച്ചു വെച്ചു, നിക്ഷേപിച്ചു. എന്തുകൊണ്ട്? മിൻ സർഫി സഫാൽ, ആത്മാർത്ഥമായിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. എന്റെ ആത്മാർത്ഥത എന്ന ഒരൊറ്റ കാരണത്താൽ എന്റെ ഹൃദയത്തിൽ അള്ളാഹ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മവദ്ദത മഹബ്ബത്തിഹി, എന്റെ മഹബ്ബത്തായ, എന്റെ ഹബീബായ, എന്റെ ഇഷ്ടക്കന്യായ അള്ളാഹ്, ആ അള്ളാഹുടെ സ്നേഹത്തെ എന്റെ കൽബിൽ ആത്മാർത്ഥതയുള്ളത് കൊണ്ട് മാത്രം അള്ളാഹു തആല സൂക്ഷിച്ചു വെച്ചു. അങ്ങനെയുള്ള അള്ളാഹുവിനെ ഇഷ്ടം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇന്ന കൽബി, നിശ്ചയമായിട്ടും എന്റെ ഹൃദയം, പടച്ചവനെ നിന്റെ ഭാഗത്തുനിന്ന് പൊരുത്തം കൊണ്ട് ഞാൻ എല്ലാം ഉറപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞതിന് ശേഷം സുമ്മൽത്തഫത്തത്ത് ഇലയ്യ, പിന്നെ ആ മഹദി എന്നെ കൊള്ള തിരിഞ്ഞിട്ട് കാലത്ത് മഹദി പറയാൻ, യാഹാദ, ഇവനെ, ഇന്നഹു, നിശ്ചയമായിട്ടും അല്ലാഹ്, അവൻ ഒരുത്തനാട്ടോ, അല്ലതി, എങ്ങനത്തെ ഒരുത്തൻ,
സറാഹു ഇതവൻ കൃഷി ചെയ്ത് തന്നു, അമ്പത്തഹു അതിനെ മുളപ്പിച്ചു, അക്കാബഹു അതിനെ ചൊവ്വാക്കി നിർത്തി, സനബലഹു അതിന് കതിരുകൾ നൽകി, റക്കബഹു അതിനെ കോർത്തിണക്കി, ഷക്കഹു അതിനെ കീറി, അറിസലാലി ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ അതിന്റെ മേലിൽ അള്ളാഹ് അയച്ചു, ഓയിസൻ മഴ അയച്ചു കൊടുത്തു അള്ളാഹ്. എന്നിട്ട് സക്കാഹു അതിനെ അള്ളാഹു തല കുടിപ്പിച്ചു, ഒത്തലാലിഹി അള്ളാഹു തല അതിന്റെ മേൽ വേണ്ടതുപോലെ വെളിപ്പെട്ടു, ഹഫിദു അതിനെ അള്ളാഹു തല സൂക്ഷിച്ചു പരിപാലിച്ചു കൊണ്ടുവന്നു. ഇത് കൃഷി. അങ്ങനെ എന്തിനു പറയുന്നു? ഫലമ്മാദന ഹസാദുഹു അതിനെ അറുത്തെടുക്കേണ്ടയും കൊയ്തെടുക്കേണ്ടയും സമയമായപ്പോൾ അഖിലക്കഹു പടച്ച റബ്ബ് അതിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് മഹദി പറഞ്ഞത്. എന്നിട്ട് സുമ്മ റഫഅത്ത് റഅസഹ നഹവസ്സമായി പിന്നെ മേൽപോട്ട് തന്റെ തല അങ്ങോട്ട് ഉയർത്തി മഹദി. എന്നിട്ട് വഖാലത്ത് മഹദി പറയുന്നു, കുല്ലുൽ ഇബാദി ഇബാദുക പടച്ചവനെ എല്ലാ അടിയങ്ങളും നിന്റെ അടിമകളാണ്, അർസാഖും അലൈക ഈ കോടാനക്കോടി അടിയങ്ങൾക്ക് നീ നൽകേണ്ട ഭക്ഷണം നിന്റെ മേലുണ്ട്, ഫസ്ന മാ ശിഅത അതുകൊണ്ട് പടച്ചവനെ നീ എന്താണോ ഉദ്ദേശിച്ചത് അത് നീ ചെയ്തളാ എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തിൽ ഇതൊക്കെ പോലെ കേട്ടപ്പോ ഫഖുൽതു ലഹ ആ പെണ്ണിനോട് ഞാൻ ചോദിച്ചു, ആരു ഉത്തുബ കൈഫ സബുറുക്കി എന്താ പങ്ങൾ ക്ഷമ, എങ്ങനെ ക്ഷമിക്കാൻ കഴിയും ചോദിച്ചു. ഫഖാലത്ത് അപ്പൊ മഹദി പറഞ്ഞു, ഉസ്കുതു യാ ഉത്തുബത്ത യാ ഉത്തുബത്തു ഉത്തുബത്തെ അടങ്ങി നിൽക്കും മിണ്ടല്ലേ, ഇന്ന ഇലാഹി നിശ്ചയമായിട്ടും എന്റെ റബ്ബ് ലഗനിയുൻ അവൻ എല്ലാത്തിനെ തൊട്ടും ആവശ്യം തീർന്നവനാണ്, ഹമീദുൻ അവൻ വാഴ്ത്തപ്പെട്ടവനാ, ബി കുല്ലി യോമിൻ മിൻഹു അങ്ങനെയുള്ള എന്റെ റബ്ബിൽ നിന്ന് എല്ലാ ദിവസത്തിലും റിസ്ഖുൻ ജദീദുൻ പുതിയ പുതിയ ഭക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ശരിയല്ലേ? അതുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദീ ഒരല്ലാഹ്ക്കാണ് സർവസ്തുതിയും, ലം യസൽ യഫ്അലു ബി എന്നെ കൊണ്ട് അല്ലാഹു തആല അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, അക്തറ മിമ്മ ഉരീദു ഞാൻ എന്തുദ്ദേശിക്കുന്നുവോ അതിനേക്കാൾ അധികമായി അള്ളാഹ് എന്നെ കൊണ്ട് പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആരെ ഉത്തുബത്തു ഇതെല്ലാം കേട്ടപ്പോൾ ഉത്തുബ പറഞ്ഞു, വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം, മാദക്കർത്തു കലാമഹ ആ പെണ്ണ് പറഞ്ഞ ഓരോ സംസാരവും ഞാൻ ഓർക്കാറില്ല, ഇല്ല ഹയ്യദനി ഓ അബുക്കാനി എന്നെ ഇളക്കി പുറപ്പെടുവിക്കുന്നു, എന്നെ വിറകൊള്ളിക്കുന്നു, അതോടൊപ്പം എന്നെ പേടിപ്പെടുത്തുന്നു, ഞാൻ കരയുന്നു. ഈ രൂപത്തിലാണ് ആ വാക്കുകളെല്ലാം ഞാൻ ഓർത്തുപോയത്. ഇങ്ങനെയൊക്കെ മഹതിമാരും മഹാന്മാരുമുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് അതുപോലെ ജീവിക്കാനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.